പ്രധാനമന്ത്രിയുടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സന്ദർശനത്തെ വിമർശിച്ച് കോൺഗ്രസ്. കേരളത്തെ സൊമാലിയയുമായി താരതമ്യം ചെയ്ത മോദി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുമോ എന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റ് പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോൾ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും കുറിപ്പിൽ വിമർശനമുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ദക്ഷിണേന്ത്യയിലും ശക്തി കൂട്ടാനുള്ള NDAയുടെ ശ്രമം, മോദി തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയുള്ള വ്യാപകമായ പ്രചാരണം, അതിനെ കോൺഗ്രസ് അതിരൂക്ഷമായി വിമർശിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ് നിതിൻ അംബുജൻ? റിജിത്ത്, ഇത്തവണ ഉത്തരേന്ത്യ പോലെ തന്നെ ദക്ഷിണേന്ത്യയും BJP ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ദക്ഷിണേന്ത്യയിൽ കേന്ദ്രീകരിച്ച് പ്രചരണം ശക്തമാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടന്നിരിക്കുന്നത്. ഈ റോഡ് ഷോയും അതോടൊപ്പം തന്നെ സേലത്തെ സന്ദർശനത്തിലെല്ലാം തന്നെ രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസ് വിമർശിച്ചിരിക്കുന്നത്. കാരണം കേരളത്തെ സൊമാലിയ എന്ന് പ്രധാനമന്ത്രി നേരത്തെ ആക്ഷേപിച്ചിരുന്നു. വികസന സൂചികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുണ്ട്. അതിലടക്കം മാപ്പ് പറയുമോ എന്നാണ് പ്രധാനമായും ചോദിക്കുന്നത്. അതോടൊപ്പം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസമുണ്ടായ പ്രളയത്തിൽ ഏതാണ്ട് 37,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം തമിഴ്നാട് നൽകിയിട്ടില്ല. മാത്രമല്ല, തമിഴ്നാട്ടിൽ ആ ഒരു പ്രതിസന്ധി സമയത്ത് പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പ്രധാനമന്ത്രി ഇപ്പോൾ പോകുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമായി തന്നെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിന്റെ വന നിയമങ്ങളെല്ലാം തന്നെ മാറ്റി അത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാവുന്ന നിലപാടും പ്രധാനമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ കേരളം തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ഈ അടുത്തിടെ നടത്തിയ സന്ദർശനങ്ങളിലെല്ലാം തന്നെ വലിയ വിമർശനം ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. കാരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കത്തെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള BJPയുടെ നീക്കത്തിനെ തുറന്നു കാട്ടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ ഒരു എക്സിലൂടെ കുറിച്ചിലൂടെ വ്യക്തമാക്കുന്നത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.